അതെ, ഇനി വേറെ എന്തെങ്കിലും വെക്കാനുണ്ടോ? അളയാ, ഈ മൊബൈൽ എന്തോ ഇവിടെ ദക്ഷിണ വെച്ചിരിക്കുന്നത്? എടേ, അത് നേരത്തെ ഞാൻ കുനിഞ്ഞപ്പോൾ താഴെ വീഴാതിരിക്കാൻ വേണ്ടി ഒന്ന് എടുത്ത് ഇവിടെ വെച്ചെന്നുള്ളതേ ഉള്ളൂ. ഒരു പൂവൊക്കെ ഒന്ന് പെട്ടെന്ന് എടുത്ത് പോയി. ആശാൻ വരുമ്പോൾ ഒന്നിനൊരു കുറവുണ്ടാവില്ല, കറക്റ്റ് ആയിരിക്കണം. തീപ്പെട്ടി ഉണ്ടാവാ? എടാ, തീപ്പെട്ടിയൊക്കെ എടുത്ത് ഇവിടെ വെച്ചാലോ. ഇനി സമയത്തിന് തീപ്പെട്ടിയാണ് കണ്ടുപിടിക്കാൻ വേണ്ടി കിടന്ന് പാട് പറഞ്ഞത്. നിങ്ങൾ എന്തിനാ നീ കളരിയുടെ ഒക്കെ പുറകെ നടക്കണേ? വേറെ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട്? എടേ, ഇത് കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രത്യേക നിർദ്ദേശമാണ് അണികളെ കളരി പഠിപ്പിക്കണമെന്ന്. ഞങ്ങൾ അണികൾക്കൊക്കെ ഒരു ഊർജ്ജം വരണമെങ്കിൽ കളരി പഠിച്ചേ പറ്റൂ. ഇനിയിപ്പോൾ ഇലക്ഷൻ വരാൻ പോവില്ലേ, അപ്പോഴത്തേക്ക് പല സമരങ്ങളെയും നേരിടേണ്ടി വരും. അടിപൊളി ആക്രമം, തമ്മിത്തല്ല്. അപ്പോൾ ഈ അണികളൊക്കെ ഒന്നുകൂടെ ഒന്ന് ഉഷാറാണ്. ഒരു ബന്ധവാർത്താല വന്നു നോക്കട്ടെ, ഒരു കല്ല് പിടിച്ചു വയ്ക്കാൻ ത്രാണിയുള്ള ഒരുത്തനും ഇല്ല കൂട്ടത്തിൽ. എന്ത് ചെയ്യും? അപ്പം ഇനി അതുകൊണ്ട് ഞാനായിട്ട് മുൻകൈ എടുക്കണമെന്നാണ് കേന്ദ്രത്തിൽ നിന്ന് പറഞ്ഞേക്കണത്. നിങ്ങൾ പാർട്ടിക്ക് വേണ്ടിയിട്ട് ചെയ്യണതാ? അങ്ങനെയാണെങ്കിലേ കളരിയൊന്നും അല്ല ആദ്യം പഠിപ്പിക്കേണ്ടത്. നിങ്ങളെയൊക്കെ നല്ലോണം ഓടാൻ പഠിപ്പിക്കും. അത് ഞങ്ങൾക്ക് അറിയാലോ. അത് ലാത്തി ചാർജ് വരുമ്പോൾ ഞങ്ങൾ ഓടാറുണ്ട്. അത് ഞങ്ങളെ പഠിപ്പിക്കണ്ട. ഇത് കഴിഞ്ഞ അടുത്ത കരാട്ടയുണ്ട്. അതുകൊണ്ടോ? അതിവിടെ തന്നെ അല്ലേ? പിന്നെ ഇവിടെ തന്നെ. ക്ലീറ്റോ, ഇതൊക്കെ പാർട്ടി ഓഫീസിലല്ലേ ക്ലീറ്റോ ചെയ്യേണ്ടത്, പാർട്ടിയിലെ കാര്യങ്ങള്. എടി തങ്കം, ഇവിടെ ആകുമ്പോ എന്റെ ഒരു നോട്ടം കൂടെ കിട്ടുവേ. നിങ്ങളുടെ നോട്ടം എപ്പോഴാണ് വീട്ടിലുണ്ടായിട്ടുള്ളത്? നിങ്ങൾ 24 മണിക്കൂറും പാർട്ടി ഓഫീസിലല്ലേ? എടി, ഇതിപ്പോ വീട്ടിനകത്തൊന്നും അല്ലല്ലോ, വീടിന് പുറത്തല്ലേ ഇത് ചെയ്യണേ. ഇതും വീട് തന്നെയാ. ഇത് വീടാണ്. ആണെങ്കിൽ ഞാൻ ഈ വീട്ടിൽ ആരാ? എനിക്കറിയാൻ പാടില്ലല്ലോ. നിങ്ങൾ ആരാന്ന് നിങ്ങൾ തന്നെ പറ. അപ്പൊ നിനക്ക് അറിഞ്ഞൂടല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു വഴി പോക്കെ ഇവിടെ ഒന്ന് കുറച്ച് എന്തൊക്കെയോ ചെയ്യണം. നീ ഒന്ന് സഹിക്കും. മേയറുടെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞു. ഇനി ജില്ലാ കളക്ടർ വരണം. എന്റെ കർത്താവ്, ഈ വീട്ടിൽ ജീവിക്കണമെങ്കിൽ ആരോടൊക്കെ മറുപടി പറയണമെന്ന് അറിയാമോ? എടുത്ത് വീട്, നീ എടുത്ത് വീട എല്ലാം ഒതുക്കി. അതൊക്കെ അതിന്റെ വൃത്തിക്ക് ചോദിച്ചോ, എനിക്കറിയാൻ പാടില്ല. എന്താ കാണിക്കുന്നത്? ഇതിപ്പോ എന്താ നിനക്ക് കണ്ടുകൂടാത്ത? നിന്റെ അടുത്ത് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ സ്ത്രീകളും കുട്ടികളൊക്കെ ഉള്ള വീടാണ്. ഇത്തരം കാര്യങ്ങൾ ഇവിടെ നടക്കൂല. സ്ത്രീകൾക്ക് കാണാനും പാടില്ലാത്തതായിട്ട് ഒന്നും ഇവിടെ നടക്കണ്ടല്ലോ. ഇത് പവിത്രമായ ഒരു കാര്യമാണ്. ദൈവത്തെ വെക്കേണ്ട അമ്പലത്തിനകത്തും പൂജാമുറിക്കകത്തുമാണ്, അല്ല വഴിയിൽ കൊണ്ടുവയ്ക്കല്ലേ വേണ്ടത്. ഇവിടെ ഒരു നല്ല കാര്യം നടക്കാൻ പോവുകയാണ്. എന്താണ് നല്ല കാര്യം? കളരി 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 ഞങ്ങള് കളരി ഓഫീസിലേക്ക് പോന്നു. നിങ്ങളാ? നിന്റെ വീട്ടിൽ സ്ഥലമില്ലേ? നീ ആ രീതിയിലൊന്നും ചോദ്യം ചെയ്യണ്ട. ഇത് എനിക്ക് സ്ത്രീധനമായിട്ട് തരാൻ പോണ സ്ഥലം. ഇവിടെ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. നിനക്ക് സ്ത്രീധനോ? നാണോടാ നിനക്ക്? എന്റെ കൂടെ നടന്ന് എന്റെ പെങ്ങളെ അടിച്ചോണ്ട് പോയിട്ട് സ്ത്രീധനം ചോദിക്കാൻ വന്നേക്കുന്നു. നീ അങ്ങനെയാണെന്ന് കൂട്ടിക്കോ. പിന്നെ ഞാൻ ഇത് ചോദിക്കേണ്ടവരുടെ ചോദിച്ചു. അമ്മയുടെ അമ്മാവിന്റെ അടുത്ത് ഞാൻ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. ഇനി നീ കൂടുതൽ ചോദ്യം ചെയ്യണ്ട. നീ നിന്റെ അവിടുത്തെ കാര്യങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. എന്നോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. നടക്കാൻ പോകുന്ന ചോദിക്കുന്നത്. അവരുടെ പാർട്ടിയിലെ അണികൾക്ക് എന്താണ്ട് ശക്തി ഉണ്ടാവാനോ ഓടാനോ ഒക്കെ വേണ്ടിട്ട് അവര് കളരി ഉണ്ടാക്കാൻ പോവാന്ന് പറഞ്ഞു. അല്ല, നീ മതി. കാരണം യോമാർക്കൊക്കെ നീ മതി. അല്ല, ആശാനെ കണ്ട് നീ ഞെട്ടരുത്. 18 കളരിക്കും തികഞ്ഞ ഒരാശാനാണ് ഇവിടെ വരുന്നത്. 18 കളരിക്കും അതിപരാശാൻ. അങ്ങനെ ആശാൻ നിന്റെ കൂടെ വരും ഇവിടെ. ആശാനെ കാണുമ്പോഴേ നീ ഞെട്ടും. എന്നാ വീടെ എന്റെ തങ്കം, ഞെട്ടുമെന്ന് പറഞ്ഞാ ഞെട്ടിയിരിക്കും. ആളുണ്ടല്ലോ, ചില്ലറക്കാരനൊന്നും അല്ല. ആരോ ഇത് വാങ്ങാൻ പോയ പോങ്ങന്മാരിത് എവിടെ പോയി കിടക്കണ? നിന്റെ ശിഷ്യന്മാരല്ലേ? അവര് പതുക്കെ വന്നാ മതി, ഒരു ധൃതിയില്ല. അവരെ കണ്ണി കണ്ട ആരവും ഇത് മാറ്റോണ്ടാക്കൂല. ഉരുക്കൾക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള ഒരു ഗെറ്റം മട്ടുമൊക്കെ ഉള്ളൊരു മാല തന്നെ കൊടുക്കണം. ഒന്ന് അനങ്ങി വാടേ ആൻസാറെ. എപ്പോ പോയതാണിത്? കുരുക്കൾ എവിടെ എത്തി? കുരുക്കൾ ഇവിടെ അടുത്തെത്തി. ഇപ്പൊ വരും. എത്തിയാ? ഞാൻ വിളിച്ചിട്ട് കിട്ടിയില്ല, അതാ ചോദിച്ചു. എങ്ങനെയുണ്ട് തങ്കം? വട്ടത്തിലുള്ള കിട്ടിയില്ലേ? സമയമാകുമ്പോൾ ഞാൻ കൊണ്ട് വെച്ചേരാടാ. കൊള്ളാം, പിടിച്ചോ.
അച്ഛാ, തൊഴിൽ വേറെ കുടുംബം വേറെ. എവിടെയാ കളരിത്തറ? ഈ കോഴിക്കൂട്ടിനകത്താണോടാ ഈ കളരി ഉണ്ടാക്കിയത്? കുണ്ടും കൂടിയിട്ട് വേണോ കളരി ഉണ്ടാക്കിയത്? അത് പിന്നെ ഇവിടെ എത്ര പ്രാവശ്യം എന്നെ കൊതു കടിച്ചടാ ഇതിനകത്ത്? എത്രയും തിരക്കുള്ള സ്ഥലമാണ് നിങ്ങൾ എവിടെ എന്താ? ശരിക്കും വയ്യ. എന്താ നിങ്ങൾ അവിടെ ചെന്നുണ്ടാക്കിയത്? നിനക്കൊക്കെ അവരോട് പറഞ്ഞുകൂടായിരുന്നോ ഈ കുണ്ടും കുഴിക്കകത്ത് ഈ കളരി ഉണ്ടാക്കാതെ നിന്റെ വീട്ടിന്റെ മുറ്റത്ത് ചെയ്യാൻ? നിനക്കൊക്കെ പറഞ്ഞുകൂടായിരുന്നോ ഈ പിള്ളേരോട്? ഇത് പറഞ്ഞുകൂടായിരുന്നോ നിനക്ക്? ഈ ഗുണം ഉണ്ടാക്കിയ ഈ കുണ്ടും കുഴിക്കകത്ത് ഉണ്ടാക്കിയത്? ഈ സാധനങ്ങൾ എടുത്തോണ്ട് വാ. നേരെ കൊണ്ട് കൊണ്ടുപോകും. ഈ വൃത്തിയുടെ എടുത്തോണ്ട് വാ. എടുത്തോണ്ട് വാ. എടുത്തോണ്ട് വാ. പറക്ക് എല്ലാം പറക്ക് കേട്ടോ. ഏട്ടാ, അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? ആരും ഒന്നും ചെയ്യണ്ട. എന്ത് കഷ്ടമാണെന്നറിയാമോ? ആദ്യം അവൻ കളരിത്തറ അവിടെ നടത്തിയത്, അതിനെനിക്ക് ഇഷ്ടമില്ലായിരുന്നു. ഇപ്പോ എൻ്റെ വീടിന്റെ മുമ്പിൽ ഇത് ആരെ തോൽപ്പിക്കാൻ വേണ്ടി അവൻ ചെയ്തത്? എന്നെ തോൽപ്പിക്കാൻ വേണ്ടി. ആരെ കൊണ്ടു നിൽക്കുന്നത്? നിന്റെ അച്ഛനെ. ഞാൻ എന്താ പറയേണ്ടത്? വേറെ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ. ഏട്ടന്റെ വർത്താനം കേട്ടാത്തോന്നു അച്ഛനെ ഞാനാണ് ഇങ്ങോട്ട് വരുത്തിയെന്ന്. ഇനി വയ്യെങ്കിൽ അവിടെ മിണ്ട അടങ്ങി കിടക്കണം. അല്ല ബാക്കിയുള്ള തോളി കയറല്ല വരേണ്ടത്. ക്ലീറ്റോ ചേട്ടൻ ചെയ്ത് എന്തായാലും തെറ്റ് തന്നെയാണ്. അതിനിപ്പോ ഏട്ടൻ എന്നോട് ചൂടാവണ എന്തിനാ? പിന്നെ ഞാനെടുത്ത് ചൂടാവണേ? നിന്റെ അച്ഛൻ്റെ അടുത്ത് ചൂടാവട്ടെ? ചൂടാവട്ടെ? എനിക്കറിയാൻ പറയാ നല്ല എന്തോസായിട്ട്. ഇതറിഞ്ഞ അച്ഛനെ ഞാൻ ഇങ്ങോട്ട് വരുത്തുവോ ഈ വയ്യാത്ത മനുഷ്യനെ? നീ എന്നോട് ചൂടാവണ? ഞാൻ ചൂടായതല്ല ഏട്ടാ. അറിയാലോ. പിന്നെ ആകെ ഒരു സമാധാനം എന്തായാലും വന്നാൽ നമ്മുടെ കൺമുമ്പിൽ തന്നെ ഉണ്ടാവൂല. ഓ, അതാണ് വലിയ കാര്യം നടക്കുന്നത്. കിടക്കുവാ. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് വ്യായാമത്തെ കുറിച്ചായിരുന്നു. എന്നാൽ ഈ പ്രാവശ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അഭ്യാസത്തെ കുറിച്ചാണ്. അതായത് ചുവടുവെപ്പിനെ കുറിച്ച്. ഓ, എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ വളരെ കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയ ഞാൻ ഈ കളരി അഭ്യാസം പഠിച്ചത്. പക്ഷേ അതിന് പ്രയോജനമുണ്ടായി. ഏറ്റവും നല്ല കളരി അഭ്യാസിക്കുള്ള തങ്കപ്പതക്കം കരപ്രമാണിയിൽ നിന്നും എനിക്ക് തരുമ്പോ മക്കളെ എന്റെ കണ്ണിക്കട നിറഞ്ഞ് തുളുമ്പി ഒഴുകായിരുന്നു. അറിയോ? ഇന്നലെ ഞാൻ പഠിപ്പിച്ച ആഭാസങ്ങൾ അല്ല അഭ്യാസങ്ങൾ ഒന്ന് കാണിച്ച് ത്യാഗരാജ അല്ല നടരാജ. അൻസാറ് അൻസാറേ, നീ ഒന്ന് കാണിച്ചേ. നീ ഒന്ന് അല്പം ഒന്ന് കാണിച്ചേ.
ഇന്നലെ പഠിപ്പിച്ചൊന്ന് കാണിച്ചേ. ഇത് സിനിമാറ്റിക് ഡാൻസ് കളിക്കും പോലെ ഇരിക്കും. എന്തുവേണ കാണിക്കുന്നത് നീ? ഇങ്ങനെയൊക്കെയാണ് ഞാൻ പഠിപ്പിച്ചത്. അഭ്യാസം കാണിക്കുന്ന ഇയാള്. ഇത് ഒരു തരം ആഭാസനം അല്ലാതുവാ. അപ്പൊ അവനെ ഒന്നുകൂടെ തെളിയിപ്പിക്കണമല്ലോ. കാണിച്ചുതരാം. ഇടോ ഒന്ന് കാണിച്ചോ, ഒന്ന് കാണിച്ചാ നീ ഒന്ന് കാണിച്ചേ. അത് കേട്ടോ, മതി മതി മതി, നിർത്ത് നിർത്ത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നടരാജനോട് ചോദിച്ച് മനസ്സിലാക്കണം. അത്രേ ഉള്ളൂ ആ കേട്ടോ. കുട്ടികളെ നമുക്കിനി അടുത്തത് ഇവരെ ഒന്ന് പ്രത്യേക ഒരു പരിശീലനം കൊടുപ്പിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ജലഭീരങ്കി അത് നേരിടുമ്പോൾ അതിൽ നിന്നും നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം? വെള്ളം നമ്മൾ സമരങ്ങൾക്ക് ജാഥയ്ക്കൊക്കെ പോകുമ്പോഴേ അതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം അതൊന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അതിനെ പറ്റിയാണ് നമുക്ക് ഇനി ക്ലാസ് എടുക്കാനുള്ളത്. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? കണ്ടിട്ടുണ്ടല്ലോ, ഇങ്ങനെ അടിച്ച് വരൂ പോലെ കിടന്ന് കറങ്ങുകയും ഇങ്ങനെ മറിഞ്ഞൊക്കെ പോകുന്നതൊക്കെ കണ്ടിട്ടില്ലേ? അത് ഞാൻ വേണമെന്ന് കാണിച്ചു കൊടുക്കാറില്ല. അതിനൊന്ന് അത് പിള്ളേർക്ക് ജലഭീരങ്കി ഇങ്ങനെ അടിക്കുമ്പോൾ നമ്മൾ കണ്ടേ അമ്മച്ചി എന്താ പെട്ടെന്ന് അറിയിക്കാതെ ഇങ്ങോട്ട്? അറിയിച്ചിട്ടേ വരാൻ പറ്റത്തോളോടോ. അല്ല അമ്മച്ചി, ഞാൻ പറഞ്ഞത് എന്തോടെ ഇവിടെ ഈ കനക നീ അമ്മച്ചിയെ പാലായി പോയി വിളിച്ച? ഇല്ല, ഞാൻ അവിടെ ജംഗ്ഷനിൽ നിന്നപ്പോ അമ്മ അവിടെ നിൽക്കണുണ്ടായിരുന്നു. അങ്ങനെ കയറി വന്നു. ജംഗ്ഷനിൽ നിന്നപ്പോ നിൽക്കുന്നുണ്ടായിരുന്നു. നീയല്ലേ എന്നെ ഫോൺ ചെയ്ത് വിളിച്ചത് അമ്മച്ചി ഇങ്ങോട്ട് വരാന്? അതുകൊണ്ട് ഇതൊക്കെ കാണാൻ പറ്റി. അതുകൊണ്ട് ഇതൊക്കെ അമ്മച്ചി നമ്മളെ അതിരിക്കട്ടെ. ഇവിടെ എന്തോ ഇവിടെ നമ്മളെ നീന്തൽക്കുളമല്ല ഉണ്ടാക്കാൻ പോവാ. അല്ലല്ല, അണികൾക്ക് ചെറിയ അഭ്യാസ മുറകൾ പഠിപ്പിച്ചു കൊടുക്കുക ആശാൻ. ഈ വലിവന് വലിവൻ നിന്റെ അപ്പച്ചി അടി, നിന്റെ അമ്മായിപ്പൻ അടി. അല്ലാതെ എന്താ കണ്ടാ അല്ലാതെ പറഞ്ഞേ ആരെയാ പറഞ്ഞേ? നിന്റെ അമ്മായിപ്പനാ അല്ലെ അപ്പച്ചിയാ? അമ്മച്ചി അയ്യോ നിനക്ക് സമാധാനമല്ലടാ. ആവശ്യമില്ലാത്ത പണി ഓട്ടോ വിടാത്ത നോക്കേ. സമാധാനമല്ലടാ നിനക്ക്. അപ്പൊ ഇത് 2 ദിവസം ഉണക്കണോ? 2 ദിവസം വേണം മക്കളെ. ഒടിയുന്നില്ല. അത് മില്ലിൽ കൊണ്ടുപോയി അവര് ചീത്ത വിളിക്കത്തേ ഉള്ളു. ഉണങ്ങിയിട്ടില്ല. 1 കിലോ മല്ലിയും കൂടെ ഇനി മേടിച്ചോണ്ട് വന്നായിരുന്നെങ്കിൽ ഇവിടെ ഇട്ട് ഈ ഭാവം എത്രയും അങ്ങ് ഉണക്കായിരുന്നു. എത്രയും ഉണക്കായിരുന്നു. ഇതെന്തോ നീ കാണിക്കണേ? ഇത് അമ്മച്ചി എന്തോ ഇതൊക്കെ ഇവിടെ ആവശ്യമുള്ള സ്ഥലം കിടക്കല്ലേ, അതിനെ കൊണ്ട് ഇവിടെ ഇട്ടോ അമ്മച്ചി. എന്തുവാടാ നിനക്ക് എന്തുവാ? ഒരു പണി ചെയ്യാൻ സമ്മതിക്കത്തില്ലെന്ന് വെച്ചാല് അമ്മച്ചി ഇത് ഇത് എവിടെയാണ് ഇതൊക്കെ കൊണ്ട് ഇട്ടേക്കണെന്ന് അറിയാമോ? എവിടെ കൊണ്ടിട്ട്? അതെ, ഈ പ്രശ്നം ഉണ്ടാക്കരുത്. മാറ്റാൻ പറയും. എടാ ഇവനില്ലാത്ത കുഴപ്പമൊന്നും നിനക്ക്? അതാണ് എടാ, അമ്മയ്ക്ക് ഇത് മുള ഉണക്കണമെന്ന് എന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ അതിനെ എതിർക്കില്ല, കാരണം എന്റെ അമ്മയെ പോലെയാണത്. അപ്പൊ അങ്ങനെ ഞാൻ എതിർക്കുന്നത് ശരിയാണ്. ഇപ്പൊ അമ്മയ്ക്ക് കുറച്ച് മല്ലി ഇടണമെന്ന് പറഞ്ഞു, നാളത്തെ തേങ്ങ എല്ലാം അമ്മയ്ക്ക് ഇവിടെ എന്താ സ്വാതന്ത്ര്യം. എന്റെ അമ്മയെ പോലെയാണ്. നമ്മളെ പല പ്രശ്നങ്ങളും ഉണ്ടാവും, പക്ഷെ ഇപ്പൊ ഇത് പ്രശ്നം ശരിയല്ല. ഉപകാരം നിന്റെ അമ്മയ്ക്ക് വേണ്ടിയുള്ള ഞാൻ ഈ ചെയ്യുന്നത്. കളരി പഠിക്കാൻ പിള്ളേരിപ്പോ വരും. അത് വരുമ്പോഴല്ലേ പെറ്റ കുഞ്ഞിനേക്കായി സ്നേഹം ഉണ്ടാടാ ഇവന് എനിക്ക്. അത് അമ്മച്ചി അങ്ങനെയാണ്, എന്നും അങ്ങനെ തന്നെ ആയിരിക്കും. അമ്മയ്ക്ക് ഒരു ആവശ്യമുണ്ട്, ഞാൻ ഉണ്ട്. ഇത് എവിടെ കൊണ്ട് വെച്ചിക്കണം നോക്കോ, ഇത് ആശാൻ കണ്ടത് പ്രശ്നമാവും. വിളക്ക് കത്തിക്കുന്ന സമയത്താണ് അത് വേണ്ടത്, അതുവരെ കുഴപ്പമൊന്നുമില്ല. അമ്മച്ചി നല്ല അമ്മച്ചിയല്ലേ, അമ്മച്ചി ഇതെടുത്ത് അവിടെ കൊണ്ടിട്ട് മുള ഉണങ്ങും. ഇപ്പൊ ഈ ഫോട്ടോയുടെ മുമ്പിൽ വെച്ചെന്ന് പറഞ്ഞാൽ മുള ഉണങ്ങാതൊന്നും ഇരിക്കത്തില്ല.
എന്ത് കുഴപ്പം നിനക്ക് എന്താ കളരിക്കിപ്പോ തുടങ്ങാനുള്ള സമയം. മനസ്സിലാകത്തില്ല നിനക്ക് എന്താ കനക ഓ അമ്മച്ചി എനിക്ക് മനസ്സിലായി. മല്ലി കഴിയുന്നുണ്ടോ മല്ലി കഴിയുന്നുണ്ടോ മല്ലി ഞാൻ മേടിച്ചോണ്ടട്ടെ നേരത്തെ കടയിൽ പോയി മല്ലി മേടിച്ചോണ്ടട്ടെ ആശാനെ ഇവനെന്തോ കുഴപ്പം നോക്കണല്ലോ ആശാനെ ആശാനെ അച്ഛൻ വന്ന് ഇവിടെ അങ്ങ് ഏതാണ്ട് ചെയ്യും അമ്മച്ചി എടുത്ത് മാറ്റാൻ ഇനിയും സമയമുണ്ട്. പ്രശ്നമുണ്ട്. ആശാനെ ആശാനെ എടാ വരുന്നുണ്ട്. നിനക്ക് എന്തോ കുഴപ്പം നിനക്ക് എന്തോ കുഴപ്പം എന്താടാ ആശാനെ ആത്മസംയമനം പാലിക്കണം, ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. ഇപ്പൊ മാറ്റിയിട്ടോളൂ അമ്മച്ചി അത്. എന്താ മാറ്റി നീ ആരാടാ പേടിക്കുന്നേ മുളക് കൊണ്ടിട്ടില്ലേ എന്ത് തോന്നിവാസമാണ് ഈ കാണിച്ചു വെച്ചേക്കുന്നത്? തോന്നിയ ദിവസം കാണിച്ച് പവിത്രമായ ഈ കടലിയുടെ മുമ്പിലാണോ ഈ തോന്നിവാസം നീ കാണിക്കുന്നത്? ഈ ക്ഷേത്രത്തിനെ കാണി വലിയ പുണ്യമായിട്ടാണ് എന്റെ കളി ഞാൻ കാണുന്നത്. നീ എന്റെ തൊല്ലിയെ ബാധിപ്പിച്ചു വെച്ചിരിക്കുന്നത് അറിയോ? നീ എന്റെ പൊക്കി കാണിക്കാൻ എന്തൊക്കെ സങ്കടാണോ? നിന്നോട് ആരാ പറഞ്ഞ ഈ സാമാനം വെട്ടത്? ഈ കഴിവ് കാണിക്കല്ലോ കൊല്ലും കൊലയൊന്നും എനിക്ക് ഒരു പ്രശ്നമുള്ള കേസല്ല. നോക്ക്, നീ എന്റെ തൊല്ലിയെ ആക്ഷേപിച്ചത്. ഇനി നീ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. നിന്നെ ഇന്ന് രാത്രി വെട്ടി വെട്ടി തൂറുക്കി ഞാൻ പീസ് പീസായിട്ട് കൊണ്ടുകളയും. എന്റെ കളരി പരമ്പര ദൈവങ്ങളാണ്. സത്യം സത്യം സത്യം. പിടിച്ചോ ശരിയാവും 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 ശരിയാവും. പിന്നെ ശരിയാവും. പിന്നെ ഈ അവിവേകം ഒന്നും കാണിക്കരുത്. അവള് വരും അവള് വരും അവള് വരും. ചൂണ്ടുടങ്ങും. ഇപ്പൊ വരും ഇപ്പൊ വരും ഇപ്പൊ വരും. അതിനേക്കാളും വലിയ പ്രശ്നമുണ്ട്. കഴിഞ്ഞ ദിവസം വീണ അൻസാറില്ലേ ഐസി യൂണിറ്റില ഐസി യൂണിറ്റിലാണ്. ഏത് നിമിഷം തട്ടിപ്പോവും. പിന്നെ വലിയ കേസാവും, വലിയ പൊല്ലാപ്പാവും. വെറുതെ ആവശ്യമില്ലാതെ ഇവിടെ നിന്ന് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ മര്യാദയ്ക്ക് അടങ്ങി ഇരിക്കുന്നതാണ് നല്ലത്. കുഴപ്പമാണ്. നേരത്തെ വിളിച്ചിരുന്നവൻ അവന്റെ കൂട്ടുകാരനെ വിളിച്ച് പറഞ്ഞേ ഉള്ളൂ ആശുപത്രി കിടക്കുകയാണ്. അതിനിടെ ഇതുകൂടെ വലിച്ചു വെച്ചാ അമ്മയുടെ ധൈര്യം സമ്മതിക്കാതെ പറ്റൂല അമ്മ. ഒരാളും മുഖത്ത് പോലും നോക്കാത്ത ആളോടാണ് ഇന്ന് ആ വർത്താനം മുഴുവൻ പറഞ്ഞത്. അങ്ങോരാണെങ്കിലോ വിട്ടുവന്നോ? സത്യത്തിൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. ഒരു ബോധവും വെളിവില്ലാത്ത ഒരാളാ. ചെയ്യുന്നു പറഞ്ഞാൽ വെട്ടും എന്ന് പറഞ്ഞാൽ കൊന്നിട്ടും വരും. അങ്ങനത്തെ മനുഷ്യനെ ശ്വാസം മുട്ടൊന്നും ഈ പറഞ്ഞ പണിക്കൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നു. കനകം പോലും ഇതുവരെ എന്തെങ്കിലും ഒന്ന് മറുത്ത് പറയണ ഞാൻ കേട്ടിട്ടില്ല. പേടിച്ചിട്ടാ. ക്ലീറ്റോ ഉള്ളതുകൊണ്ട് ഇവിടെ ഒന്നും ചെയ്യൂലായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ക്ലീറ്റോന് ഇപ്പൊ 24 മണിക്കൂർ ഇവിടെ നോക്കി നിൽക്കാൻ പറ്റുമോ? വീട്ടിൽ കയറി ഒന്നും ചെയ്യൂല. അത് ഞാൻ അമ്മേനെ നോക്കും കേട്ടോ അമ്മ. എന്തായാലും അയാൾ എന്തെങ്കിലും ചെയ്യാൻ വന്നാൽ ഞാൻ അമ്മേനെ രക്ഷിക്കും. പിന്നെ ഇപ്പൊ ഞാൻ കുളിക്കാനോ എല്ലാം കയറുമ്പോൾ കയറി വന്ന് തലക്കടിച്ച് കൊല്ലാതിരുന്നാൽ മതി. ഇന്നാൾ എൻ്റെ അമ്മ അങ്ങോരുടെ വീടിൻ്റെ അടുത്താറ്റേ വഴിത്തർക്കം എന്താണ്ട് ഉണ്ടായേ. ആ അയൽവക്കക്കാർ 5-6 പേര് കൂടി ചെന്ന് ഇങ്ങോട്ട് എന്താ വർത്താനം പറയാൻ ഇഷ്ടപ്പെട്ടില്ല. കരിങ്കല്ലെടുത്ത് തലക്കിട്ടടിച്ചു. ഒരെണ്ണപ്പം തന്നെ തീർന്നു. ഒന്നും ചെയ്യാനും പറ്റില്ല. പോലീസിന് മാനസിക രോഗത്തിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടേ. എന്ത് പറയാനാ. പക്ഷെ എന്നാലും അമ്മ പറഞ്ഞത് ഭയങ്കര ധൈര്യമാകട്ടെ. ആരും അങ്ങോരോട് ഒന്നും പറയാൻ നിൽക്കൂല. ഒന്നും വരാതെ ദൈവത്തിനോട് പ്രാർത്ഥിച്ചോ. അച്ഛാ എവിടെ പോയി? ഇവിടെ കാണുന്നില്ല. അച്ഛോ അച്ഛാ, ഞാൻ ബാത്റൂമിലാണെന്ന് നോക്ക്. അച്ഛാ അച്ഛോ ഹലോ, ചായ കുടിക്കാൻ വല്ല വെളിപ്പോയോ? ഏട്ടാ അവിടെ ഇല്ല. അച്ഛോ എന്ത് കഷ്ടം പറഞ്ഞേ. എവിടെയെങ്കിലും പോണേ പറഞ്ഞിട്ട് പോണ്ടേ. ഒരു കാര്യം പറയട്ടെ. എന്തോന്നടേ അങ്ങോട്ട് വന്ന ആര്? നിന്റെ ആശ അങ്ങോട്ട് വന്ന ജമന്തിന്റെ അച്ഛൻ. ഇല്ലല്ല, ഇവിടെ വന്നില്ല. അവിടെ ഇല്ലേ? ഇവിടെ ഇല്ല. ഇവിടെ നോക്കിയിട്ട് കാണാനില്ല. ഇവിടെ എവിടെ പോയെന്ന് അറിയാൻ പോയി. പൂജാമുറിയിലും എല്ലാം കാണും. രാവിലെ അവിടെ കൂടെ അങ്ങോട്ട് വന്നില്ലേ? അതിനിവിടെ ആരോടെ അവിടെ കൂടെ? അമ്മച്ചി ഇന്നലെ രാത്രി തന്നെ പോയി. പോയാ? എന്നിട്ട് അപ്പച്ച എന്തോ അത്യാവശ്യം വിളിച്ചു എന്നും പറഞ്ഞിട്ടാ പോയത്. ആണോ? അല്ല ആശ, ഇവിടെ പിള്ളേരിപ്പോ ക്ലാസ്സിന് വരും.
അയ്യോ അച്ഛൻ കിടന്ന് മുറിയുന്ന ഒരു കത്ത് കിട്ടി. കത്ത ആ ഞാൻ പോവുകയാണ്. ഒരു കളരി ഗുരുക്കൾക്ക് വേണ്ടത് ഏകാഗ്രതയാണ്. ഇവിടുത്തെ അന്തരീക്ഷം അതിനനുവദിക്കുന്നില്ല. ഒരു സത്യം പറഞ്ഞോട്ടെ, അറിഞ്ഞുകൊണ്ട് ഒരു ഉറുമ്പിനെ പോലും ഞാനിതുവരെ നോവിച്ചിട്ടില്ല. ആവേശത്തിനിടയിൽ അറിയാതെ പറ്റിയൊരു പിഴവിന്റെ ഫലമാണ് ഇന്ന് ഐസിയുയിൽ കിടക്കുന്നത്. കുറ്റബോധം വേട്ടയാടുന്ന മനസ്സുമായി ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല. ഒരു നീണ്ട യാത്ര പുണ്യക്ഷേത്രങ്ങൾ തേടി. ഇനി ഒരുപക്ഷെ നമ്മൾ തമ്മിൽ കണ്ടില്ലെന്ന് വരും. എന്തൊരു പണിയാണ് ആശാൻ കാണിച്ചത്. ഇപ്പൊ അവന്മാരെല്ലാം കളരി പഠിക്കാൻ വരുമെന്ന് പറഞ്ഞ് ഞാൻ ഇനി ഇപ്പൊ വേറെ ആശാന തപ്പം വേണമല്ലോ. ഒരു മനുഷ്യനെ വിശ്വസിക്കാൻ കൊള്ളാത്ത കാലം. NB ഐസിയുയിൽ കിടക്കുന്ന അൻസാറിന് ബോധം തെളിഞ്ഞാൽ വിളിക്കാൻ മറക്കരുത്. മേൽപ്പറഞ്ഞ തീരുമാനത്തിന്റെ ചുവടൊന്ന് മാറ്റിപ്പിടിക്കാൻ. പേടിച്ചു പോയാടി. സംഭവം അറിയാമോ, ഒരു രക്ഷയില്ലല്ലോ. ഞാൻ രാവിലെ അങ്ങ് പൊടുപ്പും തൊങ്ങിൽ കയറ്റി പറഞ്ഞു അൻസാർ ഇപ്പൊ മരിച്ചു എന്ന് പറഞ്ഞു. അത് കേട്ട് അളിയാൻ വലിഞ്ഞതാ. ഇതൊക്കെ അതങ്ങനെ സമാധാനം വേണ്ട. പിന്നല്ലേ ഉമ്മാൻ്റെ ഒരു തരത്തിൽ ജീവിക്കാൻ നമുക്കെന്ന് വെച്ചാ എത്രയും പ്രതീക്ഷിച്ചില്ലേ. നിന്റെ അല്ലേ ബാക്കി. Alien versus Alien.